ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞാൽ ഇതുവരെയുള്ള ബാംഗ്ലൂരിലെ എല്ലാ അവേ മാച്ചിലും ഞാൻ വന്നിട്ടുണ്ട്. എന്നെ അറിയുന്ന പ്ലേയേഴ്സിന് അറിയാം ബാംഗ്ലൂരിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട കളി കാണാൻ വരുന്നത്. സോ എന്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂർ അവേലി ഗുർപ്രീത് ഛേത്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഫോർ ദാറ്റ് മാച്ച്. ഐ ഹാവ് നെവർ സീൻ ദ സെയിം ആറ്റിറ്റ്യൂഡ് ഫ്രം യു ഗൈസ്. ഓക്കെ, രാഹുൽ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്, സ്വെറ്റ്, എവറിത്തിങ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആ മാച്ചിലേക്ക് വരുമ്പോ ആറ്റിറ്റ്യൂഡ് വൈസ് ഐ ആം നോട്ട് സീയിങ് ദ സെയിം. ഇപ്പം ഗുർപ്രീത് ഞങ്ങൾ ട്രോള് ചെയ്യും, ഞങ്ങൾ റേഷ്യൽ അബ്യൂസ് ചെയ്യാറുണ്ട്, ഛേത്രി ട്രോൾ ചെയ്യാറുണ്ട്. സോ ദിസ് ടൈം ഈ തവണ ഞാൻ എന്റെ ഹെൽത്ത് കണ്ടീഷൻ പോയി നോക്കാതെ ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട്. ഐ വാണ്ട് ദാറ്റ് വിൻ. ജസ്റ്റ് എ റിക്വസ്റ്റ്, എനി മാച്ച് ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് കെയർ എനി മാച്ച്, ഓൺലി ബാംഗ്ലൂർ അവേ. അതെ, നമുക്ക് ഈ മത്സരം വിജയിക്കണം. പരാജയം നടക്കുന്ന ശ്രീകണ്ഠി രവിയുടെ മണ്ണിലേക്ക് അവർ വരികയാണ്. ഇന്ന് അവർ തികച്ചും ദുർബലരാണ്. ഏതൊരു ചെറിയ ശക്തിക്കും കീഴടക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞൻ ടീമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ മത്സരം അത് അവർക്ക് അവരുടെ ആരാധകർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം പോലും ജയിക്കാൻ സാധിക്കാത്ത ശ്രീകണ്ഠി രവിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു നിർണായക വിജയം നേടുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ടേബിളിൽ മുന്നിലെത്താൻ മാത്രമല്ല സഹായിക്കുക, അത് ലക്ഷോപലക്ഷം വരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയുടെ ഹൃദയത്തിൽ വലിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ സമ്മാനിക്കാൻ സാധിക്കും. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഈ സീസണിലെ രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ്, അതും എവേ മാച്ച്. ഇന്ന് ടേബിളിൽ 10ാം സ്ഥാനത്ത് കിടക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ടേബിളിൽ 2ാം സ്ഥാനക്കാരായിട്ടുള്ള ബാംഗ്ലൂർ എഫ്സിക്കെതിരെയാണ് മത്സരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ മത്സരം ജയിച്ചേ പറ്റൂ. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡെർബി എന്നതിനപ്പുറം ഇതൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഈ മുന്നോട്ടുള്ള പോക്ക് എന്തെന്നറിയാതെ കിതയ്ക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ഒരു ഊർജം തന്നെയായിരിക്കണം ഇന്നത്തെ വിജയം. ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തികച്ചും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന പിഴവുകൾ ഒഴിച്ചു നിർത്തിയാൽ ടീം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ മത്സരം എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരം കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റിങ് ആയിരുന്നു. അതിൽ കുറെ താരങ്ങളെ എടുത്ത് പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, രാഹുൽ KP ഫസ്റ്റ് 11 ഇറക്കല്ലേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു ഹൈ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫ് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹം തീയായിരിക്കും. നമുക്ക് രാഹുൽ KPയുടെ പ്രകടനങ്ങൾ ബാംഗ്ലൂരിനെതിരായിട്ടുള്ള മത്സരങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ബാംഗ്ലൂരിനെതിരെ കളിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു കിടില മെന്റാലിറ്റിയോടാണ് അദ്ദേഹം കളിക്കുന്നത്. ഇനി അടുത്തത്, ഖോറോസിൻ ബാക്ക് ടു 11 എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഡിഫൻസില് ഒരുപാട് അയച്ചുപണിക്ക് സാധ്യതകളുണ്ട്. കാരണം സന്ദീപിന്റെ മിസ്റ്റേക്കുകൾ ഒരു ഭാഗത്ത്, അതുപോലെ സെന്ററിൽ മിലോസിന്റെ പ്രകടനം അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷെ കോച്ച് കോഫിനെ കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റ് പറയാനില്ല. പ്രബീർ ദാസ് ഇന്നത്തെ മത്സരത്തിൽ കളിക്കോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തമായിട്ടുള്ള ലീഡ് കിട്ടിയിട്ടില്ല. കളിക്കുമെന്നാണ് പ്രതീക്ഷകൾ. മിഡിൽ നോക്കുവാണെങ്കിൽ ലൂണയും വിപിനും വരാനുള്ള സാധ്യതകളുണ്ട്. നോവ ഈ മത്സരത്തിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോവയെ സംബന്ധിച്ചോളം കഴിഞ്ഞ മത്സരം ബാംഗ്ലൂരിനെതിരായിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൽ നോവയ്ക്ക് കളിക്കാൻ സാധിച്ചില്ല. നോവ തിരിച്ചു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയാത്ത ഊർജമാണ്. ഇനി പെപ്ര ജീസസ് ഈ ഒരു ഡ്യുവോ പരീക്ഷിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് തികച്ചും നിർണായകമായിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ആൻഡ് ഔട്ട്. ടീമിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും പരമാവധി ടീം സെറ്റാകേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു. കാരണം മറ്റുള്ള ടീമുകൾ നന്നായിട്ട് കളിക്കുമ്പോൾ നമ്മുടെ ടീം ഇത്രയും മോശമായിട്ട് കളിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ആദ്യത്തെ മത്സരത്തിൽ ബാംഗ്ലൂരു ഇറക്കിയ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നല്ല ഡിഫൻസീവായിട്ട് കളിക്കുക, അവരുടെ ഇററിൽ നിന്നും ഒരു കൗണ്ടർ ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഗോവയും അതുപോലെ തന്നെ ഹൈദരാബാദും ചെയ്തത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻസീവ് ഗെയിം കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അറ്റാക്കിംഗ് ഗെയിം തന്നെ ആയിരിക്കും കളിക്കുക. അപ്പോൾ നമ്മളുടെ ഡിഫൻസിനെ സെറ്റാക്കി നിർത്തേണ്ടത് കോച്ചിന്റെ ചുമതലയാണ്.
പിന്നെ സച്ചിൻ സുരേഷ് കഴിഞ്ഞ മത്സരത്തിൽ വരുത്തിയ ഒരു പിഴവുകൾ കൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് സേവുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെയോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും കളി കാണാൻ വേണ്ടി ഇരിക്കുന്നത്. നമ്മൾ തിരിച്ചു വരാണ്ടിരിക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, കളി കാണാം.